ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തക്കാളിയും റവയും വെച്ച് ചെയ്യാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കണം. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ അങ്ങോട്ട് ചേർക്കാതെ ചെറിയ കഷ്ണമാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതങ്ങോട്ട് ഒരുപാട് വഴറ്റി സോഫ്റ്റാക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1.25 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിലേക്കുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിരിച്ചൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആട്ടോ ഇതിന് വേണ്ടത്. മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. കണ്ടു, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ബാറ്റർ വേണ്ടത്. കാരണം ഇത് കുറച്ച് സമയം മൂടി വെച്ചാൽ റവ ആയതുകൊണ്ട് ഒന്നുകൂടെ തിക്കായിട്ട് വരും. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് 5 മിനിറ്റ് നേരം മൂടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 വലിയ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കട്ട കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ദോശ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റവ മാത്രമാണെങ്കിൽ ഇത് ഓവർ സോഫ്റ്റായി പോവും, പിന്നെ പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശയൊക്കെ ചെയ്യുന്ന രീതിയിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ചുടുന്നത്. ഇതിന് പകരം ഇരുമ്പ് ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, റവയും തക്കാളിയും കൊണ്ട് ചെയ്യാവുന്ന നമ്മുടെ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി പോവുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്